കഴിഞ്ഞ വീഡിയോയിൽ അമ്പഴങ്ങയുടെ വീഡിയോ ഇട്ടപ്പോഴും ഞാനത് എങ്ങനെയാണത് ഉപ്പിലിടുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഉപ്പിലിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം എടുക്കുക, അതിൽ ഉപ്പിട്ട് കുറച്ച് പച്ചമുളകും ഇട്ട് കുറച്ച് വിനാഗിരിയോടെ ഒഴിച്ച് വെള്ളം തിളയ്ക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറേ നാളിരിക്കും. ഇത് ഒട്ടും ചീത്തയാവത്തില്ല. ഈ വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് കേടായി പോകത്തില്ല. നമുക്ക് പഴകഞ്ഞി കുടിക്കാനൊക്കെയാണ് ഇത് നല്ലത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്, ഇപ്പം ഇങ്ങനെയൊന്നും ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അടിപൊളിയാണ് പഴകഞ്ഞി കുടിക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ ചാറ് ഊറ്റിയിട്ട് ചോറിനകത്തൊക്കെ ഇട്ട് പുരട്ടി കഴിക്കാനും നല്ലതാണ്. പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ കഴിക്കും. ചീനിയൊക്കെ ഉള്ളപ്പോഴൊക്കെ ചോറും ചീനിയൊക്കെ എടുത്തിട്ട് ഇതും കൂടെ ഒഴിച്ചിട്ട് അടിപൊളിയാണ് കഴിക്കാൻ. അത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ സൂപ്പറാണ് അത് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളമെടുത്ത് ഈ മുളകൊക്കെ ഇട്ട് ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് ഇത് വെള്ളം ചൂടായി വരുമ്പം നമ്മൾ അമ്പഴങ്ങ കഴുകി വാരി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കണം. കുറച്ച് ചൂടായി കഴിയുമ്പോൾ തന്നെ ഈ അമ്പഴത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറുമല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ അച്ചാറിടാൻ. ഞങ്ങളിങ്ങനെയാണ് ഇടുന്നത്, അതാണ് ഞാൻ പറയുന്നത്. ആ വെള്ളം തിളയ്ക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് ഇത് തുറന്ന് വയ്ക്കണം. നേരെ അടച്ച് വെക്കരുത്. അപ്പോഴാ വെള്ളം നീരാവി തട്ടിയിട്ട് ആ വെള്ളം ഇറങ്ങിയാൽ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ തുറന്ന് വയ്ക്കുക. തുറന്ന് വെച്ച് കഴിഞ്ഞ് നന്നായി ആറിക്കഴിയുമ്പം ഭരണിയിലാക്കുക. ഭരണിയിലാക്കിയിട്ട് അടപ്പിട്ടിട്ട് വാഴയില വാട്ടി കെട്ടി വെച്ചാൽ അടിപൊളിയാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കണം. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും അന്നേരം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ എടുത്തിട്ടും വാഴയില ഇട്ട് കെട്ടി വെച്ചതൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെയല്ലേ, വാഴയിലയൊക്കെ ഇട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയുള്ളൂ. അതിന് മുമ്പേ ഇട്ട് വെച്ചതൊക്കെ കഴിക്കാൻ അന്നേരം ഉണ്ടാവും. അപ്പം അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. വേറെ വളരെ സിമ്പിളാണ്. ഒരുപാട് ഇതൊക്കെ ചേർത്തെടുക്കുന്ന അച്ചാറുകളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇടത്തില്ല. അതുമല്ല മാത്രമല്ല, ഞാൻ അച്ചാറങ്ങനെ കഴിക്കാറേ ഇല്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും മോൾക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ വെള്ളുപ്പിലിടുക എന്ന് ഞങ്ങളിതിന് പറയുന്നത്. നാരങ്ങയൊക്കെ ഇങ്ങനെ ഇടുമല്ലോ. അപ്പോൾ ഈ വെള്ളുപ്പിലുള്ള അച്ചാറേ ഇവിടെ ഇടാറുള്ളൂ. ചാമ്പയ്ക്കയായാലും നാരങ്ങയായാലും അമ്പഴങ്ങയായാലും എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവരുണ്ടാക്കും. ഞാൻ ഒരു തരത്തിലുള്ള അച്ചാർ ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതേപോലെ നിങ്ങളിത് ചെയ്ത് നോക്ക്. ആരെങ്കിലും ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് ചീത്തയാവുന്നുണ്ടോ, നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.